നമസ്കാരം. ജീർണിച്ചതും ട്രെയിൻ ഇടിച്ച് വികൃതമായതും അടക്കമുള്ള മൃതദേഹങ്ങൾ എടുക്കുന്നതിന് പോലീസിനെ സഹായിച്ചിരുന്ന സോമൻ കാലിന് അണുബാധയേറ്റ് ചികിത്സയിൽ കഴിയുന്ന വാർത്ത ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മറുനാടൻ പുറത്തുവിട്ടിരുന്നു. മൃതദേഹത്തിൽ നിന്നായിരുന്നു സോമന് അണുബാധയുണ്ടായതെന്നാണ് സംശയിക്കുന്നത്. ഭാരിച്ച ചികിത്സാ ചെലവുകൾക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്ന സോമന് വേണ്ടി അഡ്വക്കേറ്റ് വർഗീസ് മാമൻ MLA രംഗത്ത് വന്നിരിക്കുകയാണ്. സോമന്റെ ചികിത്സാ ചെലവുകൾ കണ്ടെത്തിയെന്നും സാമ്പത്തിക കാര്യത്തിൽ എല്ലാ സഹായവും ചെയ്യുന്നുണ്ടെന്നും MLA അറിയിച്ചു. തിരുവല്ല മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സോമന്റെ കഥ മറുനാടൻ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. ഇലന്തൂർ നരബലി കേസിലടക്കം പ്രമാദമായ പല കേസുകളിലും മൃതദേഹം എടുക്കാൻ സോമനാണ് പോലീസിനെ സഹായിച്ചത്. അഴുകിയതും പുഴുവരിച്ചതും ക്രൂര കൊലപാതകങ്ങളിലെയും ഉൾപ്പെടെ ആരും തൊടാൻ മടിക്കുന്ന 6000-ലധികം മൃതദേഹങ്ങൾ പോലീസിനായി എടുത്തു നൽകിയിട്ടുണ്ട് തിരുവല്ല സ്വദേശിയായ സോമൻ. ജൂൺ 2-ന് പത്തനംതിട്ട ചന്ദനപ്പള്ളിയിൽ മുള്ളുകൾക്കിടയിൽ 22 ദിവസം പഴക്കമുള്ള പുഴുവരിച്ച നിലയിൽ കണ്ടെത്തിയ മൃതദേഹം എടുക്കുന്നതിനിടയിലാണ് അണുബാധയുണ്ടായത്. ധരിച്ചിരുന്ന PP കിറ്റ് തുളച്ച് കാലിന്റെ തുടഭാഗത്ത് കൊണ്ട മുള്ളിൽ നിന്നുണ്ടായ മുറിവ് വഴിയാണ് അണുബാധ. ജൂൺ 2-ന് തന്നെ ആരംഭിച്ച പനിക്കും ആശുപത്രിയിൽ ചികിത്സ തേടി. പക്ഷേ മൃതദേഹത്തിൽ നിന്നുണ്ടായ അണുബാധയാണ് കാരണമെന്ന് തിരിച്ചറിയാൻ 1 മാസത്തോളം വേണ്ടിവന്നു. പിന്നീട് 4 തവണ കാലിൽ ശസ്ത്രക്രിയ ചെയ്തു. 3 ദിവസം വെന്റിലേറ്ററിൽ കിടന്നു. 7 ദിവസം തീവ്രപരിചരണ വിഭാഗത്തിലുമായിരുന്നു. അണുക്കൾ ഏതാണെന്ന് കണ്ടുപിടിക്കുന്നത് തന്നെ 31-ാം ദിവസമാണ്. അണുക്കൾ കണ്ടുപിടിക്കാൻ വൈകി. 4 സർജറി കഴിഞ്ഞു. ഇനിയും 3 ആഴ്ച കൂടി കിടക്കണമെന്ന് മകൻ സുമി പറഞ്ഞു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തിരുവനന്തപുരം ജില്ലകളിൽ വരെ സോമന് മൃതദേഹം എടുത്തു നൽകാൻ പോലീസിനെ സഹായിച്ചിട്ടുണ്ട്. ഇലന്തൂർ നരബലിയുടെ തെളിവുകൾ എടുത്തതും സോമനായിരുന്നു. മാന്നാർ കലക്കേസ് പോലെ പ്രധാന കേസുകളിലെല്ലാം തന്നെ മൃതദേഹം എടുത്തത് സോമനായിരുന്നു. ഏറ്റെടുത്ത ജോലി ആത്മാർത്ഥമായും ചെയ്യും. ഇലന്തൂർ നരബലി കേസിൽ അന്നത്തെ SP നിശാന്തിനി പറഞ്ഞത് സോമനുണ്ടെങ്കിൽ പോലീസുകാർ ഇരുന്നെഴുതിയാൽ മാത്രം മതിയെന്നായിരുന്നു. സോമന്റെ ദുരവസ്ഥ കണ്ട് പോലീസുകാർ 1.25 ലക്ഷം രൂപ നൽകി സഹായിച്ചു. മറ്റു പലരും നൽകിയ സഹായത്തോടെയാണ് ശസ്ത്രക്രിയ പൂർത്തിയാക്കിയത്. തുടർ ചികിത്സയ്ക്കുള്ള സഹായത്തിനായി സുമനസ്സുകളുടെ സഹായം സോമൻ തേടുന്നതറിഞ്ഞാണ് MLA ഇടപെട്ടത്. വർഗീസ് മാമന്റെ നേതൃത്വത്തിൽ ചികിത്സാ ചെലവുകൾ ഏകോപിപ്പിച്ചു വരികയാണ്. തിരുവല്ല മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സോമൻ്റെ രോഗവിവരങ്ങളെല്ലാം മനസ്സിലാക്കി സോമന് തുടർ ചികിത്സ ആവശ്യമുണ്ട്. ഇതിനോടകം തന്നെ വലിയൊരു തുക സോമൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ആവശ്യമായി വന്നിട്ടുണ്ട്. ഇത് തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ചികിത്സയ്ക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ഹോസ്പിറ്റൽ നിലവിൽ തന്നെ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും കൂടുതലായി ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളത് ഏറ്റെടുത്ത് നടത്തും. ഒരിക്കലും പണത്തിൻ്റെ പേരിൽ സോമൻ്റെ ചികിത്സ ഒരു കാരണവശാലും തടസ്സപ്പെടത്തില്ല. അതിനുവേണ്ടി മറ്റഭിതേകാംക്ഷികളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് പൂർണ്ണ ആരോഗ്യവാനായി സോമന് സജീവമായി തിരിച്ചു വരുന്നതിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും നമ്മുടെ ഭാഗത്തും ചെയ്തതാണ്.